നമുക്ക് ഒരു വട്ടയപ്പം ഉണ്ടാക്കാം കൂടുതൽ രുചിയോടെ. അരിപ്പൊടി, ശർക്കര, തേങ്ങ, പിന്നെ ഒരു നല്ലപോലെ പഴുത്ത ഒരു നേന്ത്രപ്പഴം, ഏത്തപ്പഴം കൂടി ആയാലോ സ്മാഷ് ചെയ്ത് ചേർത്താൽ രുചി ഇരട്ടിയാകും. നമുക്കത് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഒരു കപ്പ് അപ്പപ്പൊടി, അരക്കപ്പ് തേങ്ങ ചിരകിയത്, അരക്കപ്പ് ശർക്കര, പിന്നെ നല്ലതുപോലെ പഴുത്ത ഒരു നേന്ത്രപ്പഴം. അരക്കപ്പ് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് എടുത്തതാണിത്. ഇതിലേക്ക് 250 ml കപ്പിനാണ് 1 കപ്പ് അരിപ്പൊടി, തേങ്ങ ചിരകിയത്, പിന്നെ നേന്ത്രപ്പഴം ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഉടച്ചത്, ഇതിലേക്ക് 1 നുള്ള് ഉപ്പ്, 2 നുള്ള് സോഡാപ്പൊടി, 1 ടീസ്പൂൺ നെയ്യ്, ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഫോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ നല്ലൊരു തടിത്തവി കൊണ്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ആ സോഡാപ്പൊടി ഇത് നല്ലതുപോലെ ലയിക്കണം. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുക. ഇനി ഇതിൽ കൂടുതൽ വെള്ളമോ ഒന്നും ഒഴിക്കേണ്ട. അതിൻ്റെ ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിടുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ നല്ല കറക്റ്റായിട്ടിരിക്കും. ഇതിൽ ഇത്രയും ചേർന്നതിന് ശേഷം ഒരു സ്റ്റീമറിൽ അത് നെയ്യ് തടവിയ പാത്രത്തിൽ ഒഴിച്ച് 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. മുകളിൽ കാഷ്യൂ കിസ്മിസ് വെച്ച് അലങ്കരിച്ച് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കാഷ്യൂ കിസ്മിസ് വെച്ചിട്ട് 20 മിനിറ്റ് 10 മിനിറ്റ് ഹൈ ഫ്ലെയറിലും 10 മിനിറ്റ് ലോ ഫ്ലെയറിലുമാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള വട്ടയപ്പം ഇവിടെ റെഡിയായി. പെട്ടെന്ന് എല്ലാം കൂടെ സമയമെടുത്താൽ 3/4 മണിക്കൂർ പോലും ആകത്തില്ല. ഇതിനെ അരി അരയ്ക്കുകയോ മറ്റു പ്രൊസീജിയറോ ഒന്നും തന്നെയില്ല. അപ്പപ്പൊടി കയ്യിലുണ്ടെങ്കിൽ അല്പം ശർക്കരയും തേങ്ങായും ഉണ്ടെങ്കിൽ നേന്ത്രപ്പഴം നല്ലതുപോലെ പഴുത്തതായിരിക്കണം, ഉടച്ച് ചേർക്കണം. എങ്കിൽ വേഗത്തിൽ ഞാൻ രാവിലെ ഒരു അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഈ വട്ടയപ്പം. നല്ല രുചിയാണ്. വലിയ സോഫ്റ്റ് അവകാശപ്പെടാനില്ല എങ്കിലും നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കോമ്പിനേഷൻ ഇതുപോലെ കറക്റ്റായിട്ട് കൂടുതൽ വേണമെന്നുള്ളതൊക്കെ ഇതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ എല്ലാ സാധനങ്ങളും എടുത്ത് നല്ല 1-2 പാത്രം കിട്ടി. ഇത് കറക്റ്റ് ഒരു പാത്രം വട്ടയപ്പം ഒക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ്, നല്ല രുചിയാണ്. ഇപ്പം ട്രൈ